ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ഓരോ മത്സരാർത്ഥികളുടെയും മാതാപിതാക്കൾ ഈ ദിവസങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നോറയുടെ ഉമ്മയും ബാപ്പയും അവിടെ എത്തി. നോറയുടെ ഉമ്മ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പഴയ പവർ റൂമിനകത്തേക്ക് വിളിച്ചു കയറ്റിക്കൊണ്ട് പരാതിപ്പെട്ടി നോറ അങ്ങ് തുറന്നു വെച്ചു. നമുക്കറിയാം, നോറ പരാതി പറയാൻ തുടങ്ങിയാൽ അത് ഏത് ലെവലിലായിരിക്കും വെളിപ്പെടുക എന്നുള്ളത്. അതിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. വന്നു കയറിയതിൻ്റെ അടുത്ത ദിവസം മുതൽ ആ വീട്ടിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും നോറ തന്നെ ന്യായീകരിച്ചും ആ വീട്ടിലുള്ള മിക്കവാറും എല്ലാ മത്സരാർത്ഥികളുടെയും പേരെടുത്തു പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഉമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഉമ്മ മറുപടി പറഞ്ഞത് ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: നിന്റെ എല്ലാ കാര്യങ്ങളും സഹിക്കാം, പക്ഷേ ഈ കരച്ചിൽ ഇതൊന്നും നിർത്തിയിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് നാട്ടുകാരെല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോഴേ നോറയ്ക്ക് ചൊറിഞ്ഞു കയറി വന്നു. ആ ഒരൊറ്റ കാര്യത്തിന് സമയമെടുത്തിട്ടാണ് നോറ മറുപടി പറഞ്ഞത്. ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുക, പരദൂഷണക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തുക, ഞാനിവിടെ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഞാനിവിടെ കാര്യങ്ങളൊക്കെ ചെയ്യും, അതുകൊണ്ട് തന്നെ അവർക്കെന്നെ ഭയങ്കര കലിയാണ്. അനീതി കണ്ടാൽ അപ്പോൾ തന്നെ ഞാൻ പറയും, അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ ഈ വീട്ടിൽ ആരും ചിരിക്കില്ല. പക്ഷെ അതേ തമാശ തന്നെ ഞാൻ ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ചിരിച്ചു. ഇവരൊക്കെ കല്ലുപോലെ നിൽക്കുന്ന മനുഷ്യന്മാരാണ്. ഞാൻ ചെന്നിരിക്കുമ്പോൾ എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് പോകും. ഒരു കൂട്ടത്തിന്റെ നടുവിലേക്ക് ഞാനൊന്ന് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവര് ടോപ്പിക് അങ്ങ് നിർത്തും, എന്നെ ഇവർ മാറ്റി നിർത്തും. ഇതൊക്കെയാണ് ഇവരുടെ അജണ്ട. ഞാൻ തമാശ പറഞ്ഞാൽ അവർ സീരിയസ് ആക്കും, സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ അവരത് തമാശയാക്കി മാറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ മനസ്സിലാകാത്തതുപോലെ ഇവറ്റകളെല്ലാം അഭിനയിക്കുകയാണ്. റസ്മിൻ മിക്കപ്പോഴും മറ്റുള്ളവരുടെ കൂടെയാണ്. ടാസ്ക് വരുമ്പോൾ ആ റസ്മിൻ പറയും, ഞാൻ നോറയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ. എന്നാൽ ഈ റസ്മിനെ പോലും എനിക്ക് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കിവിടെ അൻസിബയെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എന്തു പറഞ്ഞാലും അൻസിബയ്ക്ക് ഒന്നും മനസ്സിലാകില്ല. ഇവിടുത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ചും അൻസിബയ്ക്ക് ഒന്നും അറിയത്തുമില്ല. എന്തിനേറെ പറയുന്നു, ഈ ദിവസങ്ങളിൽ വന്നു കയറിക്കൊണ്ടിരിക്കുന്ന വീട്ടുകാർ പോലും എന്നെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ വിചാരം ഞാൻ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഒന്നുമില്ല, അപ്പോഴപ്പോൾ ഞാൻ പറയും, അപ്പോഴപ്പോൾ ആ കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യും. അല്ലാതെ ആരോടും ഒരു പേഴ്സണൽ ഗ്രഡ്ജും ഞാൻ വെച്ചു പുലർത്തുന്ന ഒരാളല്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുൻപിൽ സഹമത്സരാർത്ഥികളോട് എങ്ങനെയാണോ താൻ സംസാരിക്കുന്നത് അതേ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉമ്മയോട് താൻ എല്ലാ പരാതികളും തുറന്നടിക്കുന്ന കാഴ്ചയാണ് ലൈവിൽ കാണുവാൻ കഴിയുന്നത്. ഈ കരച്ചിൽ കാര്യത്തെക്കുറിച്ച് ഉമ്മ പറഞ്ഞപ്പോൾ നോറ പറഞ്ഞത്, ഞാനത് നിർത്തി. ഞാൻ വന്ന സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവരൊക്കെ എനിക്കെതിരെ ഇങ്ങനെയുള്ള ഗെയിം കളിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. കരച്ചിലൊക്കെ വിട്ടിട്ട് എത്രയോ നാളുകളായി. പക്ഷേ ഇന്നലെ രാത്രിയിൽ കൂടി ബിഗ് ബോസ് നോറയുടെ കരച്ചിൽ പുറത്തു വിട്ടിരുന്നു. ക്യാമറ സ്പേസ് കിട്ടുന്ന ഒരു ബെഡിൽ കയറി കിടന്നുകൊണ്ട് നോറ ഇന്നലെ രാത്രിയിൽ എല്ലാവരോടുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ഏറിയിലെങ്ങും ഒരു മനുഷ്യനുമില്ല. എന്നെ ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോലും ആരും പരിഗണിക്കുന്നില്ല. ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതി പോട്ടെ, ഒരു മനുഷ്യനായിട്ട് പോലും എന്നെ ഇവിടെ ആരും കരുതുന്നില്ല. എല്ലായിടത്തു നിന്നും എന്നെ മാറ്റി നിർത്തുകയാണ്. ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നോറ ഇന്നലെ രാത്രിയിൽ കരയുകയായിരുന്നു. സത്യത്തിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ കരയുവാൻ തക്കവണ്ണം യാതൊരു പ്രശ്നവും നോറയ്ക്കെതിരെ അവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ? ക്യാമറ സ്പേസിന് വേണ്ടിയാണ്. നോറയുടെ മനസ്സിൽ എവിടെ നിന്നോ ഒരു അബദ്ധ ധാരണ കയറി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുത്തിയിരുന്ന് കരഞ്ഞു കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതെ, കൂടെ കൂടെ കരയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സഹതാപം പുറത്തേക്ക് പോകും എന്നുള്ളത്. അതൊരു സ്ട്രാറ്റജിയാണ്. എന്തായാലും ഇനിയും വരുന്ന 30 ദിവസം മാത്രമേ മുൻപിൽ അവശേഷിക്കുന്നുള്ളൂ. ഈ 30 ദിവസത്തേക്ക് മാക്സിമം സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കുവാൻ വേണ്ടി നോറ വീണ്ടും പഴയ പരിപാടികളുമായിട്ട് വന്നിട്ടുണ്ട്. ഓരോ ആൾക്കാർക്ക് ഓരോ സ്ട്രാറ്റജിയാണ്. അതിൽ നോറയ്ക്ക് കരച്ചിലാണ് സ്ട്രാറ്റജി. എന്തായാലും ഉമ്മ വന്നിട്ട് ഈ കൊച്ചിന്റെ കരച്ചിലൊന്നും നിർത്തിയാൽ മതിയെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് നോറയുടെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ട്രാറ്റജി ഇനി മാറ്റിപ്പിടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.